കാലയൊക്കെ കാണാണ്ട്. എന്നടാ നീ ഇത്രയും കാലം നീ എവിടെയായിരുന്നടാ? ഇനി അന്വേഷിക്കാത്ത സ്ഥലമുണ്ടോ? നീ എന്ത് പണിയാണ് എടുത്തത്? അന്ന് ഇറങ്ങി പോയിട്ട് ഇതുവരെ നിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടിയാ? ഒന്ന് വിളിക്കോ എന്തെങ്കിലും ചെയ്തൂടാ. ഇത്ര സങ്കടപ്പെട്ട് നമ്മൾ എന്തെന്നാ കോളേജ് ഇങ്ങോട്ട് കയറുവാ. ആ ചോറും കൊടുത്തിട്ട് വേഗം പറഞ്ഞു ഒഴിവായിക്കൊള്ളണം. നിങ്ങളെയും പിള്ളേരെയും നോക്കുന്നതിന് പുറമെ എനിക്ക് ഇനി ഒരാളെയും കൂടി ഭക്ഷണം കൊടുത്തിട്ട് അലക്കി കൊടുക്കാൻ നിനക്ക് കഴിയില്ല. ഒരുപാട് കാലം വിളിച്ച് നമ്മളെ വീട്ടിൽ വന്നല്ലേ ഇതെന്നാ പറയുന്നു? അവളെന്തോ പറഞ്ഞെന്ന് വെച്ചാൽ നീ അതൊന്നും മനസ്സിൽ കൊടുക്കല്ല. നീ വാ, അങ്ങനെ പോവല്ലടാ. എത്രയോ കാലം കൂടി നീ കയറി വന്നതല്ലോ വീട്ടിലേക്ക്. വാ വാ. ശരി, കാണാം. എടാ അവളെന്തോ പറഞ്ഞെന്ന് കരുതി നീ അത് കാര്യമാക്കണ്ട. വാ, തിരിച്ച് വാ. നീ ഇല്ലാണ്ട് നമുക്ക് വിഷമമെന്നടാ. അങ്ങനെ പറയല്ല. വാ. വേണ്ടടാ, ഞാൻ പോയിക്കോളാം. എടാ നമ്മളെ അച്ഛനും അമ്മയിലുള്ള ആ ഒരു കാലം, അച്ഛനും അമ്മയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എല്ലാവരും ഒറ്റപ്പെടും. അതങ്ങനെയാണ്. കുഴപ്പമില്ലടാ, നീയും നിൻ്റെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ എനിക്ക് ഇപ്പം ഇപ്പോൾ 5 മണീൻ്റെ ബസ്സിന് വണ്ടിക്ക് എനിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്കൊരുപാട് പരിചയക്കാരും ആൾക്കാരും ഒരുപാട് ആളുകളും. അപ്പോൾ അവിടെയെല്ലാം ജോലിയും കാര്യങ്ങളായിട്ട് നമ്മളങ്ങനെ കഴിഞ്ഞ് പോയിക്കോടാ. എന്നോർത്ത് സങ്കടപ്പെടാൻ പാടില്ല. നീ നിൻ്റെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടും. കുഴപ്പമില്ല, നീ എന്നെ ഓർത്ത് സങ്കടപ്പെടാതിരുന്നാൽ മതി. ശരി എന്നാൽ. അതുപോലെ ഞാൻ നിൻ്റെ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് നിനക്കും നിൻ്റെ മക്കൾക്കുള്ള കൊണ്ട് വിഷമിക്കാതിരിക്കുക കേട്ടോ.
കണ്ടുപിടിക്കാൻ. അങ്ങോട്ട് പോയി നോക്കാം അവിടെ. എത്രയോ വർഷം കൂടിയിട്ടാണ് ആ പാവത്തിനൊന്ന് കാണുന്നത്. നീ എന്ത് പണിയാ എടുത്തേ? ഒരു ഭക്ഷണം കഴിക്കാൻ ഇരുന്നെടുക്കുന്നല്ലേ നീ ഇങ്ങനെ പറഞ്ഞേ അല്ലേ? എത്ര സങ്കടപ്പെട്ടിട്ടാ ഇറങ്ങിപ്പോയത്. ഇത് കണ്ട ആ പാവത്തിന്റെ സ്വത്തും പറമ്പെല്ലാം എന്റെയും നമ്മളെ കുട്ടികളെ പേരിൽ എഴുതി വെച്ചിട്ടാണ് പോയിന് പാവം. ഇനി ഏടെ പോയി കണ്ട് പയറ്റി പിടിക്കാനോ? എന്താ സിമി, നമ്മളൊരു വാക്കിന്റെ മേല പാവം ഇറങ്ങിപ്പോയില്ലേ? എത്രയോ കാലം കൂടിച്ചല്ലേ നമ്മളെ വീട്ടിൽ കയറി വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാനല്ലല്ലോ മാപ്പാക്കേണ്ടത്. പാവായ അച്ഛനും അമ്മയിലും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം കൂടി ആയ മാനസികമായി തകർന്ന് അന്നൊരു പോക്കി